നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രിസഭയുടെ രാഷ്ട്രീയകാര്യ ഉപസമിതിയുടെ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ് ഒരു പ്രഖ്യാപനം നടത്തിയത്. ആ പ്രഖ്യാപനം മറ്റൊന്നുമല്ല, ജാതീയമായ വിശദാംശങ്ങൾ ഈ വരുന്ന നടക്കാൻ പോകുന്ന ദേശീയ സെൻസസിനോടൊപ്പം ശേഖരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതായത് ജാതി സെൻസസ് ഒരർത്ഥത്തിൽ നടപ്പാക്കാൻ പോകുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അതിനെ പ്രതിപക്ഷം നേരത്തെ ആവശ്യമുന്നയിച്ചിരുന്ന ജാതി സെൻസസായി തെറ്റിദ്ധരിച്ചുകൊണ്ട് വലിയ പ്രചരണങ്ങളാണ് ഈ കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നടന്നു വരുന്നത്. അതായത് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞിരുന്നു, അന്ന് രാഹുൽ ഗാന്ധിയെ നിങ്ങളെല്ലാം കളിയാക്കി, പക്ഷേ ഇപ്പോഴിതാ രാഹുൽ ഗാന്ധിയുടെ ആവശ്യം കേന്ദ്ര സർക്കാരിന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിച്ച് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും, ഇങ്ങനെയൊക്കെയാണ് വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ ഉയരുന്നത്. മറ്റൊരു പ്രചരണം ഉയരുന്നത്, ഈ ജാതി സെൻസസ് ഇങ്ങനെ നടപ്പാക്കാൻ BJPക്ക് ഉദ്ദേശമൊന്നുമില്ല, വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു ജാതി സെൻസസ് എന്ന പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നൊരു രാഷ്ട്രീയ ആരോപണവുമുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം ഈ പറയുന്നത് പോലെയൊന്നുമല്ല എന്ന് വ്യക്തമാണ്. അതായത് ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ജാതി സെൻസസ് എന്നൊരു കാര്യം അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായത് എങ്കിൽ മറ്റൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ബീഹാറിൽ ജാതി സെൻസസ് നടന്നു കഴിഞ്ഞു. 2 വർഷമായി ബീഹാറിൽ ജാതി സെൻസസ് നടപ്പാക്കിയതിന് ശേഷം. പക്ഷേ ജാതി സെൻസസ് നടപ്പാക്കിയതിന് ശേഷം ബീഹാറിൽ ഇതുവരെ ഏതെങ്കിലും ഇതിനെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ കളക്ട് ചെയ്ത ഡേറ്റയുടെ അടിസ്ഥാനമാക്കി ഏതെങ്കിലും വെൽഫെയർ സ്കീം വന്നതായി അറിവില്ല. ഇപ്പോഴാണ് ബീഹാറിൽ NDA സർക്കാർ ആയത്. ഇതിനു മുമ്പ് നിതീഷ് കുമാർ കോൺഗ്രസിനോടൊപ്പമായിരുന്നു. അവർ ജാതി സെൻസസ് നടത്തിയെങ്കിലും പിന്നീട് അങ്ങോട്ട് വെൽഫെയർ സ്കീമാക്കി അത് മാറ്റിയില്ല. കർണാടകയിലും ജാതി സെൻസസ് നടന്നിട്ടുണ്ട്. കർണാടകയിലും പുതിയ സ്കീമുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതുമില്ല, നിർണായകമായ കണ്ടെത്തലുകളുമില്ല. നമുക്കറിയാം, ഹിമാചൽ പ്രദേശിലും തെലങ്കാനയിലും എല്ലാം കോൺഗ്രസ് സർക്കാരുകളാണ് ഭരിക്കുന്നത്. അവിടെയൊന്നും ജാതി സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ക്ഷേമ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ജനങ്ങൾക്ക് ഉപയോഗപ്രദമല്ലാത്ത ജാതി സെൻസസ് എന്ന ആവശ്യം എന്തിനാണ് കോൺഗ്രസ് ഉയർത്തിയത്? കോൺഗ്രസിൻ്റെ ഒരേ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ, ഹിന്ദുക്കൾ ഒന്നിക്കുന്നത് തടയുക, ഹിന്ദുക്കളുടെ ഇടയിൽ ജാതി ചിന്ത എപ്പോഴും സജീവമായി നിലനിർത്തുക. അതിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസിൻ്റെ നേതാവ്, പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ജാതി സെൻസസിനെ കുറിച്ച് എപ്പോഴും പറയുന്നത്. ഇതാ ഹൽവയുണ്ടാക്കിയ ടീമിൽ OBC-കാരുണ്ടോ, ഇത്ര ഉദ്യോഗസ്ഥന്മാരിൽ OBC-കാരുണ്ടോ എന്നൊക്കെ വലിയ ചോദ്യങ്ങളൊക്കെ പാർലമെൻറ്റിൽ പോലും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഉദ്ദേശം ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നതായിരുന്നു. ഇപ്പോൾ എന്തിനാണ് കേന്ദ്ര സർക്കാർ ജാതി സെൻസസ് പ്രഖ്യാപിച്ചത്? തീർച്ചയായും കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് RSSൻ്റെ സർസംഘചാലക് അദ്ദേഹം രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുമ്പോൾ ജാതി സെൻസസിനെ കുറിച്ച് പരാമർശിച്ചത്. രാജ്യത്ത് വിവിധ ജാതി വിഭാഗങ്ങളുടെ ഡേറ്റ കളക്ട് ചെയ്യുക അല്ലെങ്കിൽ വിവരശേഖരണം എന്നത് തെറ്റൊന്നുമല്ല. അങ്ങനെ ഒരു വിവരശേഖരണം വേണമെങ്കിൽ, പിന്നോക്ക വിഭാഗങ്ങളെ കണ്ടെത്താൻ സർക്കാരിനത് ആവശ്യമെങ്കിൽ അങ്ങനെ ഒരു കണക്കെടുപ്പ് എന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ രാഷ്ട്രീയമായി കുത്തിത്തിരിപ്പുണ്ടാക്കുകയും ഹിന്ദുക്കളെ ഐക്യം തകർക്കുകയുമാണ് ലക്ഷ്യമെങ്കിൽ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് അന്ന് തന്നെ RSS മേധാവി പറഞ്ഞിരുന്നതാണ്. അതായത് കണക്കെടുപ്പാകാം എന്ന് RSSും BJPയും എല്ലാം ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നു, ഒരു അഭിപ്രായ സമന്വയത്തിലേക്ക് വന്നിരിക്കുന്നു. അതിനുശേഷം ധാരാളം ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടാകണം. ആ ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ എന്തായാലും രാജ്യത്ത് സെൻസസ് നടപ്പാക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ സെൻസസ് നടത്താൻ പോവുകയാണ്. ആ സെൻസസിനോടൊപ്പം ജാതീയമായ വിവരങ്ങൾ ശേഖരിക്കുന്ന കോളങ്ങളും ഉൾപ്പെടുത്തും എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. കാരണം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്നേ വരെ ജാതീയമായ വിവരങ്ങൾ സെൻസസിലൂടെ ശേഖരിച്ചിരുന്നില്ല. ഇനി അങ്ങോട്ട് ജാതീയമായ വെൽഫെയർ സ്കീമുകളൊക്കെ പ്രഖ്യാപിക്കാനായി ഈ ഡാറ്റ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ വിവരങ്ങൾ ശേഖരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് കഴിഞ്ഞ ദിവസം അശ്വനി വൈഷ്ണവ് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനങ്ങളുടെ അധികാര പരിധിയിലുള്ളതല്ല സെൻസസ് എടുക്കുക എന്നുള്ളത്. സെൻസസ് എടുക്കാൻ കേന്ദ്ര സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ. പക്ഷേ പല സംസ്ഥാനങ്ങളും, പ്രതിപക്ഷം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും നിയമം ലംഘിച്ചുകൊണ്ട് സർവേ എന്ന ഓമന പേരിട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള സെൻസസുകൾ നടത്തുന്നുണ്ട്. ആ സെൻസസുകളാണ് കർണാടകയിലും ബീഹാറിലും ഒക്കെ നടന്നത്.
ഈ സെൻസസ് റിപ്പോർട്ടിൻ്റെ ആധികാരികതയിൽ ജനങ്ങൾക്ക് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം കർണാടകയിലെ ജാതി സെൻസസിൽ നിന്ന് പുറത്തുവന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. അതായത് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ പോലും ബ്രാഹ്മണരുണ്ടെന്നും മറ്റ് പല അവിടുത്തെ തദ്ദേശീയരായ ഹിന്ദു വിഭാഗങ്ങളെയെല്ലാം ക്രിസ്ത്യാനിയായും മുസ്ലിമായും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ടുള്ള വികലമായ വിവരശേഖരണമാണ് നടന്നത്. വികലമായ റിപ്പോർട്ടാണ് പുറത്തു വന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയും സംശയവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ സംവരണം ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങൾക്ക് അവരുടെ സംവരണം മറ്റു വിഭാഗങ്ങൾക്ക് പോകുമോ എന്നൊരാശങ്ക ഉയരുന്നുണ്ട്. ഇത് രാജ്യത്ത് വല്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം ഇങ്ങനെ ചില കുത്തിത്തിരിപ്പുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ജാതി സെൻസസുമായി ഇറങ്ങിയിട്ടുള്ളത്. മണിപ്പൂരിലും മറ്റും തങ്ങളുടെ സംവരണം മറ്റുള്ളവർക്ക് പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ കലാപങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സംവരണം നഷ്ടപ്പെടുമോ എന്ന ആധിയിൽ ജനങ്ങൾ കലാപത്തിലേക്ക് ഇറങ്ങിയേക്കാം. അതാണ് പ്രതിപക്ഷത്തിൻ്റെ ലക്ഷ്യം. ആ പ്രതിപക്ഷ ലക്ഷ്യത്തിൻ്റെ മുനയൊടിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് സെൻസസ് ഉണ്ടാക്കാൻ, സെൻസസ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ, സെൻസസ് നടത്താൻ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അവകാശം. സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ല. ഇന്നിതുവരെ ഏതെങ്കിലും സംസ്ഥാനങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് യാതൊരുവിധ വാലിഡിറ്റിയും ഇല്ലാതാക്കുക എന്നതാണ് കേന്ദ്ര പ്രഖ്യാപനത്തിൻ്റെ ഉദ്ദേശം. അതോടുകൂടി ജാതി സെൻസസ് എന്ന് പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ദീർഘകാല ആവശ്യത്തിൻ്റെ മുനയൊടിയുകയാണ്. ജാതീയമായ വിവരങ്ങൾ ശേഖരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിഭാഗം പിന്നോക്കം പോകുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും അതിനനുസരിച്ചിട്ടുള്ള നയരൂപീകരണം നടത്താനും മാത്രമാണ്. രാഷ്ട്രീയമായ കുത്തിത്തിരിപ്പുകൾക്ക് ഇനി സ്ഥാനമില്ല. ആ വാതിൽ കേന്ദ്ര സർക്കാർ എന്നേക്കുമായി കൊട്ടിയടയ്ക്കുകയും ചെയ്തിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ. പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ, കിള്ളിപ്പാലം, തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം.